വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 33-ാം വാക്യം. ഐനയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. സഭ സൗഖ്യദായക സമൂഹമാണ്. ക്രിസ്തുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ പിന്തുടർച്ചക്കാരായിരിക്കാൻ ദൈവം സഭയെ ലോകത്തിൽ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ ശാരീരികമായ സൗഖ്യത്തോടൊപ്പം തന്നെ മാനസിക, ആത്മീക, സാമൂഹിക സൗഖ്യവും ആണ് നൽകുന്നത്. ഇന്നും സമഗ്രമായ ശുശ്രൂഷ പിന്തുടരുവാനാണ് ദൈവം സഭയെ നിയോഗിച്ചിരിക്കുന്നതും. പത്രോസ് അപ്പോസ്തലൻ ചെയ്യുന്ന ഒരു സൗഖ്യദായക ശുശ്രൂഷയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഐനയാസ് എന്ന രോഗിയായ വ്യക്തി ഇവിടെ സൗഖ്യമാക്കപ്പെടുന്നു. ഐനയാസിനെ കുറിച്ച് ചില ചിന്തകൾ. ഒന്നാമതായിട്ട്, രോഗിയായിരുന്ന ഐനയാസ് ശൗലിന്റെ മാനസാന്തരത്തിനു ശേഷം യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടാകുന്നു. അത് ആത്മീക വർധനയ്ക്കും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും എല്ലാം പെരുകിക്കൊണ്ടിരുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമുക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെല്ലുകയും ചെയ്യുന്നു. അവിടെയാണ് ഐനയാസിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ അറിയുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും രോഗികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 8 വർഷമായി പക്ഷാഘാതം പിടിപെട്ട മനുഷ്യനായിരുന്നു ഐനയാസ്. ചിലപ്പോൾ ഐനയാസും ഒരുപക്ഷെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലെ ഒരു അംഗമായിരുന്നിരിക്കാം. പ്രിയമുള്ളവരെ, രോഗം അതെപ്പോഴും ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ്. അതിൽ അപമാനിതരോ ലജ്ജിതരോ ആകേണ്ടതായ കാര്യമില്ല. എന്നാൽ തക്കതായ ചികിത്സാ രീതികൾ സ്വീകരിക്കുക എന്നതാണ് നമുക്ക് അവിടെ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു മാർഗം. ഇവിടെ ഐനയാസിന് സൗഖ്യം നൽകുന്നത് പത്രോസ് അപ്പോസ്തലനാണ്. പ്രിയമുള്ളവരെ, രോഗത്തിൻ്റെതായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവത്തോട് ചേർന്ന് അതിനെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത്തരത്തിലുള്ള ഒരു ധൈര്യവും ദൈവം എന്നെ വിടുവിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട്, സമഗ്രമായ സൗഖ്യം നേടുന്ന ഐനയാസ്. ഇവിടെ 34-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പത്രോസ് അവനോട്, ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു എന്നാണ്. ക്രിസ്തു സാന്നിധ്യം നമ്മിലേക്ക് വരുമ്പോഴാണ് സമഗ്രമായ സൗഖ്യം നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്. വി ക്യൂർ, ഗോഡ് ഹീൽസ് എന്ന വാചകം പല ആശുപത്രികളിലും എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തു നമ്മിലെ സ്വാധീനമാകുമ്പോഴാണ് ശരീരാത്മദേഹികളുടെ സൗഖ്യം പൂർണ്ണമാകുന്നത്. എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്നാണ് പത്രോസ് ഐനയാസിനോട് പറയുന്നത്. 8 സംവത്സരമായി തന്നെ സഹായിച്ച കിടക്കയെ ഇവിടെ മാറ്റി വിരിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. സമഗ്രമായ സൗഖ്യം ലഭിച്ചയാൾ ഇനിയും പഴയതിൽ തുടരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നു. അപ്പോസ്തലന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഉടനെ അവൻ എഴുന്നേറ്റു എന്നാണ് തിരുവചനം അവിടെ നമ്മോട് പറയുന്നത്. പ്രിയമുള്ളവരെ, കാലങ്ങളായി നമ്മെ ബാധിച്ചിരിക്കുന്ന അഥവാ അടിമപ്പെടുത്തുന്ന കുറ്റബോധം, ഭയം, ആത്മനിന്ദ, കോപം, ആസക്തി എന്നിവയിൽ നിന്നുള്ള മോചനമാണ് സമഗ്രമായ സൗഖ്യത്തിൻ്റെ വഴി. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങളെ ക്രിസ്തുവിനോട് ചേർന്ന് അതിജീവിക്കുവാനായിട്ട് സാധിക്കണം. അത്തരത്തിൽ സമഗ്രമായ സൗഖ്യം നേടി അനുഗ്രഹകരമായ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അനുദിനവും ഞങ്ങളുടെ വാക്കും നോട്ടവും സ്പർശനവും അപരനിൽ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ പകരുന്നതാക്കണമേ. ആമേൻ.